ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അപ്ഗ്രേഡ് PSC. അപ്പോൾ നമ്മളിന്ന് ജോഗ്രഫിയുടെ ഹോട്ട് ടോപ്പിക്സ് ആണ് പറയാൻ പോകുന്നത്. ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. ഹിസ്റ്ററിയും ജോഗ്രഫിയാണ് ഒരുപാട് പേര് ചോദിച്ചത്. അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്ന് പറയുന്നത് ഒരു LD പോലെയുള്ള എക്സാമുകൾ, അതായത് LDC, VFA, ബെവ്കോ LD അങ്ങനെയുള്ള പരീക്ഷകളുണ്ടല്ലോ, മീൻസ് LGS അല്ലാത്ത എക്സാമുകൾ, അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ടോപ്പിക്കുകൾ പറയുന്നത്. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തത് LD എക്സാമിനായതുകൊണ്ട് തന്നെ ആ ഒരു വ്യൂവിലാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടെ അനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷേ LGS ലെവലുള്ളത് ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ LGSകാർക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കേരളത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കുറച്ചുകൂടെ ഫാക്ട്സ് പഠിക്കാനുണ്ട്. അതായത് ഇപ്പം ജലവൈദ്യുത പദ്ധതികൾ, നദികൾ, തടാകങ്ങളൊക്കെ കുറച്ചുകൂടെ ഉള്ളിലോട്ടേക്ക് അവർക്ക് പഠിക്കാനുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ഞാൻ എന്തായാലും ഉടനെ ചെയ്യാം. അതിനെനിക്ക് ആദ്യം അവരുടെ സിലബസും അവരുടെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒന്ന് അനലൈസ് ചെയ്യണം, എന്നാലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അത് യൂസ്ഫുൾ ആവുന്ന രീതിയിലാവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് അത് നോക്കിയിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ LDC, അതുപോലെ തന്നെ ഇനിയിപ്പോൾ VFA വരാനുണ്ട്, VFA അതുപോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബെവ്കോ LDC, അതിന് വേണ്ടിയിട്ടുള്ള ജോഗ്രഫിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് ഇതൊരിക്കലും ഡിഗ്രിക്കാർക്കുള്ളതും ഇതിനകത്തില്ല. കാരണം ഡിഗ്രിക്ക് വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്കറിയാം, കുറച്ചുകൂടെ ഹൈ ലെവലാണ് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ NCERT +2 ബേസ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് തന്നെ നമ്മളത് റെഫർ ചെയ്ത് കറക്റ്റായിട്ട് ആ ഭാഗങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കണം. LD ലെവൽ ആവുമ്പോൾ അത്രത്തോളം അങ്ങോട്ട് പോവേണ്ട കാര്യമില്ല. ചോദിക്കുന്നുണ്ട്, എന്നാലും ഒരു 10th വരെ നമുക്ക് ഒപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡിഗ്രി ലെവലുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ഒരു ഹൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ചിട്ടുള്ള ആൾക്കാർക്കാണിത് യൂസ്ഫുൾ ആവുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്യുന്നത്. LGSകാർക്ക് എന്തായാലും അവരുടെ സിലബസും ക്വസ്റ്റ്യൻ പാറ്റേണും നോക്കിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്തിട്ട് വരും ദിവസങ്ങളിൽ പറ്റുന്നത് പോലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കാം. ഏറ്റവും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് കാറ്റുകൾ. ഞാനിത് ഏരിയാസ് അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് പറയുന്നത് സബ് ഡിവിഷൻസ് ആണ്. അതായത് PSC കൊടുത്തിരിക്കുന്ന ഒരു മെയിൻ ടോപ്പിക്കിൻ്റെ ഉള്ളിലുള്ള സബ് ഡിവിഷൻസ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഇത് ക്വസ്റ്റ്യൻസ് ഏരിയാസ് കാണുമ്പോൾ അധികം ഉണ്ടെന്ന് തോന്നും, പക്ഷേ ഇത് ഒരു സബ് ഡിവിഷൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളായിരിക്കും. അത് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ഒരു ചാപ്റ്ററിലുള്ളത് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് കാറ്റുകൾ. പിന്നെ പറയുന്നത് ഇന്ത്യയിലെ നദികൾ, ഡാമുകൾ, വെള്ളച്ചാട്ടം, തടാകം, ഇതൊക്കെയാണ്. അതായത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിൽ ഇന്ത്യയിലെ നദികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, മിക്കപ്പോഴും നദികളാണ്, അല്ലെങ്കിൽ വെള്ളച്ചാട്ടങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആൻഡ് ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇത് പ്ലസ് നമ്മൾക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും? കറണ്ട് അഫെയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണം അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പം ഈ സിന്ധു നദീജലവും സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പോഷക നദികളുമായി ബന്ധപ്പെട്ടിട്ടും നമുക്കും അത് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് കുറച്ച് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരും. പിന്നെ ഡാമുകളൊക്കെ ആണെങ്കിൽ പുതിയ പുതിയ ഡാമുകൾക്ക് പേര് കൊടുക്കും, അല്ലെങ്കിൽ പുതിയ ഡാമുകൾ വരുന്നത്, അതൊക്കെ കറണ്ട് അഫെയറിൻ്റെ ഏരിയയിൽ നിന്ന് വരും. ഈ കാറ്റുകളാണെങ്കിലും അതെ, റീസെൻ്റ് ആയിട്ട് വീശുന്ന ചുഴലിക്കാറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗത്തുനിന്ന് കറണ്ട് അഫെയർ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാറ്റുകൾ PSCക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള മേഖലയാണ്, എപ്പോഴും ചോദിക്കുന്ന ഏരിയ ആണ്. പിന്നെ ദേശീയ ജലപാതകളും ദേശീയപാതകളും. ഇതിൽ തന്നെ ദേശീയ ജലപാതയാണ് ഭയങ്കരമായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് PSC ചോദിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഒരു ക്ലാസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. അപ്പം അത് അറിയാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. പഠിക്കാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ പഠിച്ച ആ ഒരു മാർക്ക് നമ്മളെ കയ്യിൽ ഇരിക്കും. ഓക്കെ,
ഇനി അടുത്തത് ഭൂമിയുടെ ഘടന, ഭൂമിയുടെ ശിലകൾ, ഇതൊക്കെ ഒരു ചാപ്റ്ററിനകത്ത് വരുന്ന സാധനങ്ങളാണ് കേട്ടോ. അതായത് ഭൂമിയുടെ പിന്നെ പാളികൾ ഏതൊക്കെയാണ്, നമ്മൾ ഭൂവൽക്കം, അതുപോലെ തന്നെ മാൻഡിൽ, ഇങ്ങനെ പാളികൾ പഠിക്കുമല്ലോ, കാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എപ്പോഴും ചോദിക്കും. അതുപോലെ ശിലകൾ ചോദിക്കാറുണ്ട്, ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കുള്ള ശിലകൾ പഠിക്കാനുള്ളത് ചോദിക്കാറുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. ഈ ശിലകൾ ഡിഗ്രി ലെവൽ എക്സാമിന് പോലും ഈ ഘടനയും ശിലകളൊക്കെ ചോദിക്കും. അതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റിൽ കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കല്. ഈ ഹൈ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ബേസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഭൂമിയുടെ ഘടനാശിലകളൊക്കെ ആണെങ്കിലും അതെ, ബേസ് അറിയാതെ നമ്മൾ മുകളിലോട്ടേക്ക് പോയിട്ട് കാര്യമില്ല. അത് അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലം, നമ്മുടെ അന്തരീക്ഷ മണ്ഡലം, പാളികൾ, ഇതും ഓൾറെഡി ഞാനൊരു പുതിയ SCRT ചാപ്റ്റർ, നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു SCRT ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ക്ലാസ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അന്തരീക്ഷ മണ്ഡലം, അതിലുള്ള വാതകങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അത് ഓൾറെഡി ക്ലാസ്സിൽ അപ്ലോഡഡ് ആണ്. അത് കണ്ടു നോക്കുക. ഓക്കെ. പിന്നെ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, അതായത് ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ്, ജനസാന്ദ്രത എത്രയാണ്, ഇന്ത്യ വലുപ്പത്തിൽ എത്രാമതാണ്, അക്ഷാംശ രേഖ എത്രയാണ്, രേഖാംശ രേഖ എത്രയാണ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യയുടെ ഭൗതിക പരിസ്ഥിതി, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഓക്കെ. ഇനി ഒരു സബ് ഡിവിഷൻ ടോപ്പിക്കാണ്, പക്ഷെ എപ്പോഴും കാണുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ടോപ്പിക് തന്നെ ആക്കി ഇട്ടേക്കുവാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യ ഇതരമാണ് കേട്ടോ. ഇതരമാണ് ഞാൻ എഴുതിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. ഇതരമാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തവണ PSC ചോദിക്കുന്ന സാധനമാണ്. അത് എല്ലാവരും പഠിച്ചു വെക്കണം. ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. നിങ്ങൾ ചാപ്റ്റർ ഒക്കെ പഠിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കവറായി പോയിക്കോളും. പിന്നെ വരുന്ന ഏരിയ ആണ് നമ്മുടെ പശ്ചിമഘട്ടം. കേരളത്തിന്റെ ഭാഗം പഠിക്കുമ്പോഴും അല്ലാതെ നമുക്ക് വരുന്ന ഒരു ഏരിയ ആണ് പശ്ചിമഘട്ടം. അതിലൂടെയുള്ള ചുരങ്ങളും കാര്യങ്ങളും ഒക്കെ പശ്ചിമഘട്ടം. പിന്നെ ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി പഠിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ വരുന്ന ഇരുമ്പുരുക്ക് ശാലകൾ, ഇരുമ്പുരുക്ക് ഖനന മേഖലകൾ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ, അവിടെയുള്ള വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ. പിന്നെ ഇന്ത്യയുടെ കാലാവസ്ഥ, അതിപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് PSCക്ക് വന്നിട്ടുള്ളൊരു ട്രെൻഡാണ്. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥ, ഇത് കൂടുതലായിട്ടും +2 ടെക്സ്റ്റ് ബുക്സിലുള്ള കാര്യങ്ങളാണ് PSC ചോദിക്കാറുള്ളത്. ഇന്ത്യൻ്റെ കാലാവസ്ഥ മാത്രമല്ല, ഈ നമ്മുടെ ഭൂമിയിൽ ലോകത്തിൻ്റെ തന്നെ ഒരു എന്താ കാലാവസ്ഥാ മേഖലാ പ്രദേശങ്ങളുണ്ടല്ലോ, അത് ചോദിക്കാറുണ്ട്. അതായത് ഭൂമധ്യരേഖാ പ്രദേശങ്ങൾ, സാവന്ന, പിന്നെ പുൽമേടുകൾ, അതുപോലെ തന്നെ തുന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് PSC ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു സാധനമാണ് ഇത്. ഓക്കെ. ഇത് പുതിയ ടെക്സ്റ്റ് ബുക്സിലൊക്കെ നല്ല കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച് തുടങ്ങേണ്ട ഒരു സാധനമാണിത്. അധികം പേർക്കും അറിയാത്തൊരു സാധനമാണ് ഈ കാലാവസ്ഥയിൽ വരുന്നത്. പിന്നെ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ, നദികൾ, ഇതും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ ഒരു മാർക്കിന് കണ്ടിട്ടുണ്ട്. ഓക്കെ. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഈ ടോപ്പിക്കുകളൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ചാപ്റ്റേഴ്സ് പഠിച്ച ഈ ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് സെറ്റാകും. ഇതിൽ ഞാൻ എടുത്തു പറയാം, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ, നദികൾ, ഇത് നിങ്ങൾ ഔട്ട് ഓഫ് SCRT നോക്കണം. അതായത് SCRT ബുക്സിനെ മാത്രം ഈ ഒരു ടോപ്പിക്കിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കരുത്, അത് പുറത്തുനിന്ന് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലെ നദികൾ, തടാകങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, ഡാമുകൾ എന്ന് പറഞ്ഞിട്ടല്ലോ, ഇതും നിങ്ങൾ SCRT മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, പുറത്തുള്ള സോഴ്സസ് നിങ്ങൾ നോക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ചാപ്റ്റേഴ്സ് പറയാം. ഞാനിത് ഇന്നലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ എക്സാം നടന്നല്ലോ, അതിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അതിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ പോലും കണ്ടിട്ടുള്ളത് പഴയ SCRTയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ചാപ്റ്റേഴ്സ് കളഞ്ഞിട്ടില്ല. ആ ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഇട്ടിട്ടുള്ളത്. ആൻഡ് അതുമാത്രമല്ല, നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പം പഴയ SCRT ടെക്സ്റ്റ് ബുക്കിൻ്റെ ജോഗ്രഫിയാണ്. പുതിയത് എന്ന് പറയുമ്പോൾ ഭയങ്കര വാസ്റ്റാണ്, കുറേ പഠിക്കാനുണ്ട്. അതുകൊണ്ട് പഴയതൊന്ന് സെറ്റാക്കിയിട്ട് പുതിയതിലോട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രിലിംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ നമുക്കിത് മതിയാകും. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കിയിട്ട്
പിന്നെ പുതിയതിലോട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം പുതിയതൊരു 8ാം ക്ലാസ് വരെ കുഴപ്പമില്ല, നമുക്ക് വായിച്ച് കൂടെ എത്തും. 9ഉം 10ഉം ഒരുപാട് നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ പഴയത് സെറ്റാക്കിയിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് ഒരു പേഴ്സണൽ അഭിപ്രായം. അല്ലെങ്കിൽ ജോഗ്രഫിക്ക് നിങ്ങൾക്ക് ഒരുപാട് സമയം SCERTയിലും പോവാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലത്തെയാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, പുതിയത് പഠിക്കുമ്പോൾ ആദ്യം ഞാൻ ഹിസ്റ്ററി പറഞ്ഞ പോലെ തന്നെ ടേബിളുകൾ ആദ്യം തീർത്ത് പോവുക എന്നുള്ളതാണ്. ടേബിളുകളിൽ നിന്ന് തന്നെയാണ് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അത് ഒന്ന് തീർത്ത് വെക്കണം എന്തായാലും പരീക്ഷ ആവുമ്പോഴത്തേക്ക്. എന്തായാലും ചാപ്റ്റേഴ്സ് നോക്കാം. ആദ്യത്തേത് 8ാം ക്ലാസ്സിലെ 3ാം പാഠഭാഗം ഭൗമരഹസ്യങ്ങൾ തേടി. നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഘടന അല്ലേ, അതുപോലെ ശിലകൾ, പാളികളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെയുള്ള പാഠമാണ് ഭൗമരഹസ്യങ്ങൾ തേടി. ഓക്കെ, അടുത്ത ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ 6ാം പാഠം ഭൂപടങ്ങൾ വായിക്കാം. ഓക്കെ, 8ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠം ഭൂപടങ്ങൾ വായിക്കാം. ഇനി 9ാം ക്ലാസ്സിലെ 1ാം ചാപ്റ്റർ സർവവും സൂര്യനാൽ. സർവവും സൂര്യനാൽ. പിന്നെ 9ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠഭാഗമാണ് സമുദ്രവും മനുഷ്യനും. സമുദ്രവും മനുഷ്യനും എന്നുള്ള പാഠഭാഗം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗമാണ്. അതിനകത്താണ് സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ച് പറയുന്നത്. അതുപോലെ വേലികൾ, വാവുവേലി, സപ്തമവേലി, ഇങ്ങനത്തെ വേലികളെയൊക്കെ കുറിച്ച് പറയുന്നത് ഈ എന്താ പറയുക സമുദ്രവും മനുഷ്യരും എന്നുള്ള പാഠഭാഗത്താണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ സമുദ്രജല പ്രവാഹം എന്ന് പറയുന്ന പാഠഭാഗം, അതിൻ്റെ പാഠത്തിൽ അതിൻ്റെ ഒരു ഭാഗങ്ങൾ നമ്മൾക്ക് വായിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കുറേ ഉഷ്ണജല പ്രവാഹങ്ങളുണ്ട്, കുറേ ശീതജല പ്രവാഹങ്ങളുണ്ട്. ഇതെല്ലാം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിപ്പോകും. അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തിൽ വരുന്നത് വേറെ വേറെ ഉണ്ട്, അറ്റ്ലാന്റിക്കിൽ വരുന്നത്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വരുന്നത്, അങ്ങനെ വേറെ വേറെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ഒറ്റൊരു വായനയിൽ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. PSC ആണ് ഇത് എപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മൻസൂർ സാർ അറിയായിരിക്കും അല്ലേ? അപ്പോൾ തുടക്കക്കാരാണെങ്കിൽ അറിയില്ലായിരിക്കും. സൈലത്തിലൊക്കെ ക്ലാസ് എടുക്കുന്ന മൻസൂർ അലി കാപ്പുങ്കൽ എന്ന് പറയുന്ന മൻസൂർ സാറിൻ്റെ ഒരു ക്ലാസ് കിടപ്പുണ്ട് യൂട്യൂബിൽ. സമുദ്രജല പ്രവാഹങ്ങൾ, വാവുവേലിയും സപ്തമി വേലിയും ഇതിൻ്റെയൊക്കെ ക്ലാസ് കിടപ്പുണ്ട്. അതിൽ സമുദ്രജല പ്രവാഹങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്തായാലും നിങ്ങൾ കാണണം. കാരണം അത്രയും ഈസി ആയിട്ട് വേറൊരു സ്ഥലത്തുനിന്നും നമുക്ക് ഈ ടോപ്പിക്ക് പഠിക്കാൻ പറ്റില്ല. സാറ് കോഡൊക്കെ വെച്ച് സെറ്റാക്കി തരും, മറന്നു പോവുകയില്ല. ഒരു 1-2 തവണ ക്ലാസ് കേട്ടാൽ മതിയാകും. പിന്നെ എക്സാമിൻ്റെ തലേന്നൊക്കെ ഒന്നെടുത്ത് ജസ്റ്റ് കേട്ടാൽ മതിയാകും. അത്രയ്ക്ക് നൈസ് ക്ലാസ്സാണ്, നല്ലോണം നമുക്ക് മനസ്സിലാകും. കോഡൊക്കെ വെച്ച് സെറ്റാണ്. അതൊന്ന് കേട്ട് നോക്കുക കേട്ടോ. അല്ലാതെ ഈ പാഠഭാഗം വായിച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടെ എത്ര പേർക്ക് കത്തുന്നു, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ലായിരുന്നു. മനസ്സിലാവുക മീൻസ് വായിക്കുമ്പോൾ കിട്ടും. പിന്നെ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അയ്യോ ഇത് ഉഷ്ണമാണോ ശീതമാണോ ഇത് ഏത് പിന്നെ സമുദ്രത്തിലേന്നൊന്നും മനസ്സിലാവില്ലായിരുന്നു, ഒക്കെ മാറിപ്പോകുമായിരുന്നു. അപ്പോൾ അത് സാറെ ക്ലാസ് കണ്ടേ പിന്നെ ഞാൻ സെറ്റായി. അപ്പോൾ നിങ്ങൾക്കത് പറ്റുമെങ്കിൽ അതൊന്ന് കാണണം, അതെന്തായാലും വെർത്തായിരിക്കും. ഓക്കെ, പിന്നെയുള്ളത് 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററാണ് ഋതുഭേദങ്ങളും സമയങ്ങളും. ഋതുഭേദങ്ങളും സമയങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററാണ്. പിന്നെ 10ലെ തന്നെ 2 കാറ്റിൻ്റെ ഉറവിടം തേടി. നമുക്ക് കാറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. കാറ്റിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും വരുന്ന ഒരു പാഠഭാഗമാണ് ഇത് കേട്ടോ, കാറ്റിൻ്റെ ഉറവിടം തേടി. നമുക്ക് പുതിയ SCERT ഒക്കെ വന്നെങ്കിലും PSC ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പം നോക്കിയിടത്തോളം എനിക്ക് മനസ്സിലായത് ഒരു 10ാം ക്ലാസ് വരെയുള്ള പരീക്ഷകൾക്ക് പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അത്രത്തോളം അങ്ങോട്ട് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. പുതിയതിൽ നിന്ന് കുറച്ചൊക്കെ ചോദിച്ചില്ല എന്നല്ല, എന്നാലും ചോദിച്ചതും ആ പഴയതിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ പുതിയതിലോട്ട് വെക്കുന്നുണ്ട് PSC, കാല് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന എക്സാമുകളുടെ പാറ്റേണും ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ട് പുതിയ പാഠഭാഗങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അന്നേരം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളത് നോക്കാവുന്നതേ ഉള്ളൂ. നിലവിലിപ്പോൾ ഈ പാഠഭാഗങ്ങൾ മതി എന്നാണ് എനിക്കൊരു അനാലിസിസ് നിന്ന് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഒരു 5 മുതൽ 8 വരെയുള്ള പാഠഭാഗങ്ങൾ നമ്മൾ പുതിയ SCERTയും വായിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 9ഉം 10ഉം നമുക്ക് ഇച്ചിരി ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ അത് കുറച്ച് സമയം നമ്മൾ അതിന്മേൽ കളയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതി ആയിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയത് പൂർത്തിയാക്കിയിട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറുന്നുണ്ടെങ്കിൽ പുതിയതിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ അതിലോട്ട് മാറുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി 10ാം ക്ലാസ്സിലെ തന്നെ 4ാമത്തെ പാഠഭാഗം ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ. ഈ ഭൂപടങ്ങൾ എന്ന് പറയുന്നതും PSC ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്, വിടാതെ നോക്കണം. ഇനി ആകാശക്കണ്ണും അറിവിൻ്റെ വിശകലനവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്.
10ാം ക്ലാസ്സിലെ ആകാശക്കണ്ണും അറിവിൻ്റെ വിശകലനവും 6ാമത്തെ പാഠഭാഗമാണ്. വിദൂര സംവേദനവും കാര്യങ്ങളൊക്കെ അതിനകത്താണ് പറയുന്നത്. അതും പഠിച്ചിരിക്കുക. SCERT ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ പറയുന്ന 2 പാഠഭാഗങ്ങൾ നിങ്ങൾ ഇത്ര നേരം ഞാൻ പറഞ്ഞത് ഒന്നിനും ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും അതൊക്കെ പഠിക്കണ്ടെന്നല്ല കേട്ടോ പറയുന്നത്. ഈ 2 പാഠഭാഗങ്ങൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകണ്ട എന്നേ ഞാൻ പറയുള്ളൂ. അത്രക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന പാഠഭാഗമാണ് ഇത് രണ്ടും. ഓക്കെ, ഒന്ന് 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ. എത്ര ക്വസ്റ്റ്യൻസ് ആണെന്നറിയോ PSC ഇതിനകത്ത് നിന്ന് ചോദിക്കുന്നത്? ഒരു തവണ ചാപ്റ്റർ എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. പിന്നെ ചാപ്റ്റർ വായിച്ചു തുടങ്ങുമ്പോൾ തീരാൻ കുറച്ച് പണി ഉണ്ടാകും. കാരണം ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് വായിക്കരുത്, നമുക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് വായിക്കണം. സമയം എടുക്കുമായിരിക്കും, പക്ഷെ അതിനുള്ള ഗുണം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. വൃത്തിക്ക് പഠിച്ചു പോയാൽ ആൻസേഴ്സ് നമ്മുടെ കയ്യിലിരിക്കും. ജസ്റ്റ് ഓടിച്ച് വായിച്ചാൽ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വായന ഓടിച്ച് വായിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. പിന്നെ നമ്മൾ ശീലമാക്കി അത് മനസ്സിലാക്കി എടുത്താൽ മതി. മനസ്സിലാക്കാതെ പഠിച്ചു പോയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടേക്കോ ഇത് കേട്ടിട്ടുണ്ടാകും, പക്ഷേ ആൻസറിലോട്ട് എത്താൻ നമുക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് പറ്റില്ല. അപ്പം അത് ഈ 2 പാഠം, 10ലെ 8ാം പാഠം ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, 10ലെ 7ാം പാഠം വൈവിധ്യങ്ങളുടെ ഇന്ത്യ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മടിയൊന്നും വിചാരിക്കാണ്ട് പഠിക്കണം. കുറച്ച് വലിയ പാഠമാണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, നമ്മുടെ ഈ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഈ ചാപ്റ്ററിൽ എല്ലാം കൂടെ ഒന്ന് ഇന്ത്യയെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കൊടുത്തേക്കുന്ന ചാപ്റ്ററാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഈ ചാപ്റ്ററിലുള്ള കാര്യങ്ങളാണ് 9ാം ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം. 9ാം ക്ലാസ്സിൽ നമുക്ക് 3 പാഠഭാഗമാണ് ഇത് കൊടുത്തേക്കുന്നത്. ലോകത്തിന്റെ നിറകയിൽ വിശാല സമതല ഭൂവിൽ ചരിത്രമുറങ്ങുന്ന പീഠഭൂമി. ഈ പാഠഭാഗങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എടുത്തു നോക്കിയാൽ ഒരു ചാപ്റ്റർ തീരാൻ തന്നെ നല്ല ടൈം എടുക്കും. ഇപ്പം ഇത് 20 പേജേ ഉള്ളൂ, ശരിയാണ്, പക്ഷെ ഇത് വായിച്ചെടുക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ വൈവിധ്യങ്ങളുടെ ഇന്ത്യ പഠിക്കുക. എന്നിട്ട് കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് വേർഷൻസ് വേണമെന്നുള്ളവർ ഈ പാഠഭാഗങ്ങൾ നോക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രിലിംസിന് നിങ്ങൾക്ക് പഴയ പാഠഭാഗങ്ങൾ തന്നെ മതിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് പഠിച്ചിട്ടൊരു തൃപ്തി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 ചാപ്റ്റേഴ്സ് നോക്കിക്കോളൂ, കുഴപ്പമില്ല. ഇത് 9ാം ക്ലാസ്സിലെ പുതിയ SCERTയിലെ ചാപ്റ്റേഴ്സാണ്. നമുക്ക് വേണ്ട പാഠഭാഗങ്ങൾ തന്നെയാണ്, പക്ഷെ ഇച്ചിരി കൂടെ വാസ്റ്റ് ആണ്. ഓക്കെ, ഇനി പുതിയ പാഠഭാഗങ്ങളോട്ട്. പഴയത് അത്രയേ ഉള്ളൂ കേട്ടോ. ആ 2 എണ്ണം ഞാൻ ഇമ്പോർട്ടൻ്റ് പറഞ്ഞല്ലോ, അതോടുകൂടെ പഴയത് കഴിയാണ്. പഴയത് കഴിയുക മീൻസ് അത്രേ ജോഗ്രഫി പഠിക്കാനുള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ എന്താ പറയുന്നത്, ഹോട്ട് ചാപ്റ്റേഴ്സ് അല്ലേ പറയുന്നത്. അപ്പോൾ അതിനേക്കാളൊക്കെ കൂടുതൽ ജോഗ്രഫി പഠിക്കാനുണ്ട്, അതിനേക്കാൾ കൂടുതൽ SCERT ചാപ്റ്റേഴ്സും പഠിക്കാനുണ്ട്. പക്ഷേ മിനിമം ഈ ചാപ്റ്റേഴ്സെങ്കിലും നിങ്ങൾ പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഇത് കംപ്ലീറ്റ് ജോഗ്രഫി SCERT ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് അല്ല, അത് വേറെ ഉണ്ട്. അത് ഈ ചാപ്റ്റേഴ്സ് പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 5, 6, 7 ഇതൊക്കെ ചാപ്റ്റേഴ്സ് നമുക്ക് ജോഗ്രഫി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾ സെറ്റാകും. ഓക്കെ, അല്ലാതെ ഇത് മാത്രമല്ല കേട്ടോ ജോഗ്രഫി എന്ന് പറയുന്നത്, പക്ഷേ ഇതെന്തായാലും നിങ്ങൾ പഠിക്കണം. ഇനി പുതിയ SCERTയിൽ 8ാം ക്ലാസ്സിലെ 3ാം പാഠഭാഗം ഭൂമിയുടെ ചലനങ്ങൾ അത്യാവശ്യം പഠിക്കാനുള്ള ചാപ്റ്ററാണ്. പിന്നെ 6ാമത്തെ പാഠഭാഗം 8ാം ക്ലാസ്സിൽ തന്നെ വിഭവ വിനിയോഗവും സുസ്ഥിരതയും. പിന്നെ 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇതിനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പെടാത്ത രാജ്യം ഏതാണെന്നുള്ളത്. അതിങ്ങനെ ടെക്സ്റ്റിൽ പിന്നെ ഒരു എന്താ പറയുക, ഇന്ത്യയുടെ മാപ്പാണ് കൊടുത്തേക്കുന്നത്. ഇന്ത്യയുടെ അല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മാപ്പ് കൊടുത്തിട്ട് അതിൽ രാജ്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങൾ ഏതാണ്, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവരുടെ എന്ത് ചെയ്യും, ഈ മാപ്പിൻ്റെ താഴെ ക്വസ്റ്റ്യൻ ആയിട്ടിടും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ കണ്ടെത്തുമല്ലോ. നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തുമല്ലോ എന്ന് പറഞ്ഞത് വായിച്ചുകൊണ്ട് പോകരുത്. ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അത് പഠിച്ചു വെക്കണം, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അങ്ങനെ ചാപ്റ്റേഴ്സ് വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. ഓക്കെ, ഇനി 10ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ്, പുതിയ ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും. ഈ ചാപ്റ്ററിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂമധ്യരേഖ കാലാവസ്ഥ എന്താണ്, തുന്ദ്ര മേഖലകൾ എന്താണ്, സാവന്ന മേഖലകൾ എന്താണ്,
ഇതൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണിത്. ഇതിനകത്തുനിന്നും ആ ഒരു കാര്യങ്ങൾ ഭൂമധ്യരേഖ എന്ത്, തുന്ദ്ര എന്ത്, സാവന്ന എന്ത്, അതൊക്കെ നമ്മളൊന്ന് എന്താ പറയുക പിക്ക് ചെയ്തെടുത്ത് പഠിക്കണം. ഓക്കെ. പിന്നെ ടേബിളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ. അപ്പോൾ ഈ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞതിന് കാരണം അതിൻ്റെ ഒരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആ പാഠഭാഗത്തുള്ളതാണിത്. അന്തരീക്ഷത്തിൽ താപം വ്യാപിക്കുന്ന വഴികൾ, പ്രക്രിയകളാണ് കൊടുത്തേക്കുന്നത്. താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം. ഇത് നമ്മുടെ പഴയ ടെക്സ്റ്റിലും ഉണ്ട്. പക്ഷേ ഈ പാഠഭാഗത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കാണിച്ചു തരാം. ഒരേ പിന്നെ പാഠഭാഗത്തിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് കാണിക്കാം. ഈ ഒരു ബോക്സ് ചോദിച്ചു, അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയ ചോദിച്ചു. പിന്നെ ഇതേ പാഠഭാഗത്തു നിന്ന് വരുന്നതാണ് കാറ്റുകൾ. കാറ്റുകൾ ലൂ, ചിനൂക്ക്, ഫൊൻ, ഹർമാറ്റൻ ഈ സാധനങ്ങളും ചോദിച്ചു. അതുപോലെ തന്നെ ഇത് കണ്ടോ, തുഷാരം, ഹിമം, മൂടൽ, മഞ്ഞ്, ഇതൊക്കെ ഒരു പാഠഭാഗത്താണ്. ഇതൊക്കെ ഒരു പരീക്ഷയിൽ നിന്ന് തന്നെ ഒരു ചാപ്റ്ററിൽ നിന്ന് 2ഉം 3ഉം ക്വസ്റ്റ്യൻ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ രസകരമായിട്ടുള്ള കാര്യം. ഓക്കെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ചാപ്റ്റർ വൃത്തിക്ക് നമ്മൾ പഠിക്കണം. 10ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠമാണ് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ഓക്കെ. അപ്പം ഇത്രയാണ് ജോഗ്രഫീനെ കുറിച്ച് പറയാനുള്ളത്. ഒരിക്കലും ഇത് കംപ്ലീറ്റ് ലിസ്റ്റ് അല്ല. ഞാൻ പറഞ്ഞു അല്ലാത്ത ചാപ്റ്റേഴ്സും SCERT-യിൽ ഉണ്ട്. ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള വേറെയും ചാപ്റ്റേഴ്സ് SCERT-യിൽ ഉണ്ട്. അത് തുടക്കത്തിലുള്ള ചാപ്റ്റേഴ്സ് വായിക്കുന്നത് ബേസ് കിട്ടാൻ വളരെ നല്ലതാണ്. പക്ഷേ PSC കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അതാണ് ഇപ്പോൾ സെലക്റ്റീവായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒട്ടും അറിയില്ല തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിലുള്ള 5ലും 6ലും 7ലൊക്കെയുള്ള ജോഗ്രഫിയുടെ പോർഷൻസ് വായിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കൂടുതലില്ലെങ്കിലും നമുക്ക് ആ ഒരു ബേസ് കിട്ടും. മനസ്സിലായോ? ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പോകാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ജോഗ്രഫി പറയാനായിട്ടുള്ളത്. ജോഗ്രഫി ചെയ്യാൻ കുറച്ച് മെനക്കെട്ടു. പിന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നുണ്ടോ എന്ന് നോക്കാൻ കുറേ അധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ നോക്കി. അപ്പം നിലവിൽ നോക്കിയതിൽ എനിക്ക് മനസ്സിലായത് പഴയത് തന്നെയാണ് കൂടുതൽ ഇപ്പം നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയതിലോട്ട് PSC എപ്പോഴാണോ ഫോർവേഡ് ആകുന്നത് അപ്പോൾ നമുക്കും അതിൻ്റെ കൂട്ടത്തിൽ പോവാം. നിലവിൽ ഇത് മതിയാകും. പ്രിലിംസിനൊക്കെ എന്തായാലും മതിയാകും. അപ്പോൾ മടി കൂടാണ്ട് പഠിക്കുക. ഡിഗ്രിക്കാർക്ക് ഒരിക്കലും ഇത് മതിയാവില്ല. കുറച്ചുകൂടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. +2 ലെവൽ പഠിക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.